കർത്താവിൻ്റെ പരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പവർ വിഷൻ്റെ ബഹുമാന്യരായ പ്രേക്ഷകർക്ക് പവർ വിഷൻ കുടുംബത്തിൽ നിന്ന് സ്നേഹവന്ദനം. ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പലരും അധ്വാനിക്കുന്നതുകൊണ്ടാണ് ഈ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ക്യാമറയുടെ മുന്നിൽ ഒരാൾ നിൽക്കുമ്പോൾ ക്യാമറയുടെ പിന്നിൽ 5 പേര് വർക്ക് ചെയ്യുകയാണ് പലപ്പോഴായിട്ട്. അങ്ങനെയുള്ള ഒരു ടീം വർക്കാണിത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമെന്ന് വീണ്ടും വിനയമായി അപേക്ഷിക്കും. 22-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നിന്ന് വീണ്ടും നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങെന്നെ കൈവിട്ടത് എന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്ത്? ഈ വാചകം ദാവീദിനെ കുറിച്ചല്ല, യേശുക്രിസ്തുവിനെ കുറിച്ചാകുന്നു എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ദാവീദിനും അനുഭവമുണ്ടെങ്കിലേ അങ്ങനെ എഴുതാൻ പറ്റുകയുള്ളൂ. താങ്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളും സങ്കടങ്ങളും തങ്ങളെ മശിഹായിലേക്ക് അടുപ്പിക്കുന്നു എന്ന് മാത്രമല്ല, മശിഹായെ മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കുവാൻ, വെളിപ്പെടുത്തുവാൻ, അവനെക്കുറിച്ച് പാടുവാൻ, അവനെക്കുറിച്ച് പ്രവചിക്കുവാൻ ഈ വേദനകളാണ് നിന്നെ പ്രാപ്തനാക്കുന്നത്. ഈ കീർത്തനത്തിലെ അതിവേദനകൾ ദാവീദ് കടന്നുപോയ പാതകൾ തന്നെയാണ്. അല്ലാതെ അങ്ങനെ എഴുതാൻ പറ്റില്ല. നമ്മൾ ഇനിയും താഴോട്ട് വായിച്ചു പോകുമ്പോൾ ദുർഘടമായ, ഭീകരമായ, ക്രൂരമായ വേദനാ സാഹചര്യത്തിലൂടെ ദാവീദ് യാത്ര ചെയ്തു മാസങ്ങളോളം. ആ സന്ദർഭത്തിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള നിമിഷത്തിൽ എഴുതിയതാണ് ഈ പാട്ട്. എന്നാൽ ആ പാട്ടിലെ വരികൾ ഭൂരിഭാഗവും യേശുക്രിസ്തുവിനെ ഉദ്ദേശിച്ചുള്ളതാകുന്നു. അപ്പോൾ വേദനകൾ നമ്മിൽ ക്രിസ്തു ദർശനമുളവാക്കും. തോൽവികളും സങ്കടങ്ങളും അപമാനങ്ങളും നമ്മിൽ ക്രിസ്തു ദർശനം ശക്തമാക്കുന്നു. ഇതാ മശിഹ കുരിശിൽ കിടക്കുന്നു. കിടന്നുകൊണ്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത് മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ഏകദേശം 9-ാം മണി നേരത്ത് യേശു എലി എലി ലമ്മാ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങെന്നെ കൈവിട്ടതെന്ത് എന്ന് അർത്ഥം. അപ്പോൾ 22-ാം സങ്കീർത്തനത്തിലെ വചനമാണ് നമ്മുടെ കർത്താവ് കുരിശിൽ വെച്ച് ഉരുവിട്ടത്. ചില വേദാധ്യാപകർ പറയുന്നു ആ വാക്യങ്ങൾ മുഴുവനും കർത്താവ് കുരിശിൽ വെച്ച് പറഞ്ഞു എന്ന്. അതിലാദ്യത്തേത് മത്തായി രേഖപ്പെടുത്തിയിരിക്കും. അത് അന്നത്തെ ഭാഷയിൽ ഇങ്ങനെയാണ്: എലോഹി
ഏലോഹി ലമ്മ ശബക്താനി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഇത് കേൾക്കുമ്പോൾ സങ്കടം ഒത്തിരി വരണ്ട. അത് വായിക്കുമ്പോൾ സങ്കടത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ്. പക്ഷെ ഇന്ന് 2026 ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. യേശു കൈവിടപ്പെട്ടവനാണോ? അല്ല. പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു, തൻ്റെ വലത്തു ഭാഗത്തിരുത്തി, സകല അധികാരങ്ങൾക്ക് മീതെ അവനെ ഇരുത്തി. അവൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുമെന്ന വിധി പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരു നിമിഷത്തേക്ക് കൈവിടപ്പെട്ടവൻ എന്ന് കരുതപ്പെട്ട യേശു ഇന്ന് കൈവിടപ്പെട്ടവരുടെ മുഴുവനും അപ്പനായിരിക്കുകയാണ്. കൈവിടപ്പെട്ടവരുടെ മുഴുവനും കൈത്താങ്ങായിരിക്കുകയാണ്. ഇന്ന് ഈ വചനം നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങൾ കൈവിടപ്പെട്ടവനാണെങ്കിൽ, കൈവിടപ്പെട്ടവളാണെങ്കിൽ, നിങ്ങളുടെ രക്ഷകനാണ് യേശു. കൈവിടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വിവരിക്കാൻ ബുദ്ധിമുട്ടാണ്. പാരച്ചൂട്ടിൽ ഇറങ്ങാൻ ഒരുങ്ങുന്ന ഒരുവൻ പാരച്ചൂട്ട് എന്ന് പറയുന്ന ആ ഉപകരണം നിവർന്നില്ലെങ്കിൽ കൈവിടപ്പെട്ടു പോയി. വിമാനത്തിൽ കയറി യാത്ര ചെയ്യുന്നതിനിടയിൽ എഞ്ചിൻ തകർന്നു പോയാൽ കൈവിടപ്പെട്ടു പോയി. ഇതുപോലെ ഒരു ചോദ്യമാണ്, നീ എന്നെ കൈവിട്ടതെന്ത്? ഏതവസ്ഥയിലാണെങ്കിലും കൈവിടപ്പെട്ടവരുടെ രക്ഷകനാണ് യേശു. നിങ്ങൾ ജീവിതത്തിൽ കൈവിടപ്പെട്ട അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളെ ഒരു രക്ഷകന്റെ സ്ഥാനത്തേക്കാണ് കർത്താവ് കണ്ടിരിക്കുന്നത്. അങ്ങനെ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. ആമേൻ.